ബഹിരാകാശം ഭാവിയിൽ വൻ ശക്തി രാജ്യങ്ങളുടെ യുദ്ധക്കളമാകുമോ? ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഉണ്ടായത്. ലോകത്തെ വെല്ലുവിളിച്ച് ന്യൂജൻ സ്റ്റാർ വാറിനാണ് ട്രംപ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ശത്രു മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ കവചമൊരുക്കുന്ന സ്വപ്ന പദ്ധതിയായ ഗോൾഡൻ ഡോം എന്ന ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ രൂപരേഖയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഗോൾഡൻ ഡോം ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടുതൽ ആളിക്കത്തിക്കുമെന്ന വിമർശനവുമായി ചൈനയും റഷ്യയും രംഗത്തെത്തി. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗൻ ഒരു സ്വപ്ന പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു. പഴുതുകളടച്ച് രാജ്യത്തിന്റെ സുരക്ഷ ഒരുക്കുന്ന റീഗന്റെ സ്റ്റാർ വാർ എന്നറിയപ്പെടുന്ന സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനിഷ്യേറ്റീവ് ആയിരുന്നു പദ്ധതി. ബഹിരാകാശ അധിഷ്ഠിത ലേസറുകളും ഇന്റർസെപ്റ്ററുകളും ഉപയോഗിച്ച് അമേരിക്കയെ ആണവാക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുക, അതായിരുന്നു റീഗൻ മുന്നോട്ട് വെച്ച പദ്ധതി. പദ്ധതി നടപ്പിലാക്കാൻ സാങ്കേതിക വിദ്യ അന്ന് വികസിച്ചില്ലെങ്കിലും റൊണാൾഡ് റീഗന്റെ ലക്ഷ്യത്തെ ധീരമായ ചുവടുവയ്പ് എന്നാണ് നാസയിലെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ വാഴ്ത്തിയത്. 4 പതിറ്റാണ്ട് മുൻപ് റൊണാൾഡ് റീഗൻ മനസ്സിൽ കണ്ടത് ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബഹിരാകാശത്ത് കാണുന്നു. വൻ ശക്തി രാജ്യങ്ങളെയും സ്വന്തം പൗരന്മാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്കയെ എല്ലാത്തരം മിസൈലുകളിൽ നിന്നും സംരക്ഷണമൊരുക്കുന്ന സ്വപ്ന പദ്ധതി കഴിഞ്ഞയാഴ്ച പാർലമെന്റിൽ ട്രംപ് പ്രഖ്യാപിച്ചത്. ത്രിതല സംവിധാനത്തിൽ ഒരുങ്ങുന്ന സുരക്ഷാ കവചത്തിന് ഗോൾഡൻ ഡോം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ അയൺ ഡോം ഉൾപ്പെടുന്ന സംവിധാനമാണ് ഗോൾഡൻ ഡോം പദ്ധതിയുടെ പ്രചോദനം. അയൺ ഡോം ഇസ്രായേലിന് ചുറ്റും മാത്രം കവചമൊരുക്കുന്നുവെങ്കിൽ ഗോൾഡൻ ഡോം ഭൂമി മുഴുവൻ വ്യാപിക്കുന്ന പ്രതിരോധ ശൃംഖലയാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം. അതേസമയം കരയിലും കടലിലും ആകാശത്തും മാത്രമല്ല, ബഹിരാകാശത്തേക്കും യുദ്ധം വ്യാപിക്കുന്നതിന്റെ തെളിവാണ് ട്രംപിന്റെ സുവർണ രക്ഷാ കവചം പദ്ധതി എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. 17,500 കോടി രൂപയുടെ പദ്ധതി രൂപരേഖയാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഗോൾഡൻ ഡോമിനായുള്ള മാതൃക ട്രംപ് തിരഞ്ഞെടുത്തു. പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി $25 ബില്യൺ അനുവദിച്ചു. ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ് സുവർണ കവചത്തിൽ. ചൈനയുടെയും റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും മാരകശേഷിയുള്ള മിസൈലുകൾക്കെതിരെ പ്രതിരോധം തീർക്കുകയാണ് ഗോൾഡൻ ഡോമിന്റെ പ്രധാന ദൗത്യം. ഹൈപ്പർസോണിക് മിസൈലുകൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഭാവിയിൽ ബഹിരാകാശത്തു നിന്നുവരെ ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഗോൾഡൻ ഡോം. അമേരിക്ക ലക്ഷ്യമാക്കി വരുന്ന മിസൈലിന്റെയും ഡ്രോൺ കൂട്ടങ്ങളെയും കണ്ടെത്തുക, പിന്തുടരുക, എതിരിടുക എന്നതാണ് ഗോൾഡൻ ഡോമിന്റെ പ്രധാന ദൗത്യം. ബഹിരാകാശ നിരീക്ഷണ സംവിധാനങ്ങൾ, AI സെൻസറുകൾ, ലേസർ ആയുധങ്ങൾ എന്നിവയെല്ലാം ഗോൾഡൻ ഡോമിന് കരുത്തേകുമെന്നാണ് അവകാശവാദം. ശത്രുവിന്റെ ഹ്രസ്വ മധ്യദൂര മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് അഥവാ THAAD, ഹ്രസ്വദൂര മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാൻ ഉപയോഗിക്കുന്ന പേട്രിയറ്റ് തുടങ്ങിയ മിസൈലുകളെല്ലാം ഗോൾഡൻ ഡോമിന്റെ ഭാഗമാകും. ത്രിതല സംവിധാനത്തിൽ ഗോൾഡൻ ഡോമിന്റെ ഏറ്റവും പുറത്തുള്ള സംവിധാനമായ സ്പേസ് ബേസ്ഡ് ഇൻഫ്രാറെഡ് സിസ്റ്റം ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യും. ശത്രു മിസൈലുകളെപ്പറ്റി ഉപഗ്രഹങ്ങളിലൂടെ അറിഞ്ഞ് ഭൂമിയിലെ റഡാറുകളുമായി ആശയവിനിമയം നടത്തും. രണ്ടാമത്തെ സംവിധാനമാണ് US-ന്റെ പടിഞ്ഞാറൻ തീരത്തൊരുക്കുന്ന മിസൈൽ പ്രതിരോധമായ ഗ്രൗണ്ട് ബേസ്ഡ് മിഡ് കോഴ്സ് ഡിഫൻസ്. യുദ്ധക്കപ്പലുകളിൽ ഒരുക്കിയിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽപ്പെട്ട ഏജീസ് മിസൈലുകളും ഗോൾഡൻ ഡോമിന്റെ ഭാഗമാക്കുന്നതാണ് മൂന്നാമത്തെ സംവിധാനം. ഈ സംവിധാനമെല്ലാം കിറുകൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ നൂറുകണക്കിന് കൃത്രിമോപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വിന്യസിക്കേണ്ടി വരും. ഇതിനെല്ലാം ഭാരിച്ച ചെലവ് മാത്രമല്ല, ബഹിരാകാശം ഭാവിയിൽ മാലിന്യ കൂമ്പാരമാകുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഇത്രയും വലിയ ഭൂപ്രദേശത്തിന് സമഗ്രമായ പ്രതിരോധ സംവിധാനമാകാൻ ഗോൾഡൻ ഡോമിന് കഴിയുമോ എന്ന സംശയം ഉയരുന്നുണ്ട്. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഗോൾഡൻ ഡോം സാക്ഷാത്കരിക്കപ്പെടാൻ 42.83 ലക്ഷം കോടി രൂപ വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വിവിധ തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ നിരന്തരം പരിപാലിക്കേണ്ടതുള്ളതിനാൽ ഭാവിയിൽ വലിയൊരു ബാധ്യതയാകുമെന്നും അത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത അസ്ഥിരപ്പെടുത്തുമോ എന്ന വിമർശനവും ഉയരുന്നുണ്ട്. പ്രതിരോധ സംവിധാനത്തിന്റെ മറവിൽ AI അധിഷ്ഠിത സൈനിക സാറ്റലൈറ്റുകളുടെ വമ്പൻ വ്യൂഹം ഉൾപ്പെടെ ലേസർ ആയുധങ്ങളാണ് ബഹിരാകാശത്ത് US എത്തിക്കാൻ പോകുന്നത്. താൽപര്യമില്ലാത്ത രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾ തകരാറിലാക്കാൻ ഇതിലൂടെ US ശ്രമിച്ചേക്കാമെന്നാണ് മറ്റൊരു വിമർശനം. അതേസമയം
ഗോൾഡൻ ഡോം ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടുതൽ ആളിക്കത്തിക്കുമെന്ന വിമർശനവുമായി ചൈനയും റഷ്യയും രംഗത്തെത്തി. പദ്ധതി പ്രകൃതിയെ ആഴത്തിൽ അസ്ഥിരപ്പെടുത്തുമെന്നും ആയുധങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അന്തരീക്ഷമാക്കി ബഹിരാകാശത്തെ മാറ്റുമെന്നും അത് സ്റ്റാർ വാറിന് കാരണമാകുമെന്നും റഷ്യയും ചൈനയും മുന്നറിയിപ്പ് നൽകി.